ജപം നടത്താൻ. അത് ഈ 8 ദിവസങ്ങളിലും കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണം. അതിനൊരു കൃത്യമായ സമയം നിശ്ചയിക്കണം. ഇപ്പോൾ ചൊവ്വാഴ്ച നിങ്ങൾ തുടങ്ങുന്നത് കാരണം ചൊവ്വാഴ്ച സൂര്യോദയത്തിന് ശേഷമുള്ള 1 മണിക്കൂറിനുള്ളിൽ ചെയ്യുക. അത് ചൊവ്വയുടെ കാലഹോരയാണ് ആ സമയം എന്ന് പറയുന്നത്. അതായത് ഒരു ഉദാഹരണം ഇപ്പോൾ 6:20 സൂര്യൻ ഉദിക്കുകയെങ്കിൽ 7:20 വരെയുള്ള 1 മണിക്കൂർ സമയം. ആ 1 മണിക്കൂർ സമയത്തിനുള്ളിൽ എപ്പോഴെങ്കിലും ഇത് ചെയ്യുക. ചൊവ്വാഴ്ച ആരംഭിക്കുക, അടുത്ത ചൊവ്വാഴ്ച വരെ കണ്ടിന്യൂ ചെയ്യുക. അത് 8 ദിവസം ചെയ്യുക. ഈ കാലയളവിൽ നിങ്ങൾ സസ്യാഹാരി ആയിരിക്കണം. ഒരു കാരണവശാലും മാംസഭക്ഷണം കഴിക്കരുത്. അതുപോലെ തന്നെ ബ്രഹ്മചര്യം കൃത്യമായിട്ട് പാലിക്കുകയും വേണം. ഈ 8 ദിവസങ്ങളിൽ ബ്രഹ്മചര്യം അനുഷ്ഠിക്കണം. കാര്യം ഇതൊരു സാധനയായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ട് അനുഷ്ഠിച്ചേ മതിയാകും. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഹനുമാൻ സ്വാമിയുടെ മുമ്പ് ഹനുമാൻ സ്തുതി അല്ലെങ്കിൽ ഹനുമാൻ ചാലിസ ജപിച്ചു. അതിനുശേഷം ചെയ്യേണ്ട ഒരു കാര്യം രാമനാമം ജപിക്കണം അല്ലെങ്കിൽ രാമനെ ധ്യാനിക്കണം. കുറച്ച് സമയം, അതായത് ഈ ജപം കഴിഞ്ഞതിന് ശേഷം ഒരു 5-10 മിനിറ്റ് നിങ്ങൾ രാമനെ മനസ്സിൽ ധ്യാനിക്കുക. എങ്ങനെ ധ്യാനിക്കണം? സ്വയം ഹനുമാനായിട്ട് സങ്കല്പിക്കുക. സ്വയം ഹനുമാനായിട്ട് സങ്കല്പിച്ച് ഹനുമാൻ സ്വാമി എങ്ങനെയാണോ അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ രാമനെ കാണുന്നത് അതുപോലെ ഹൃദയത്തിൽ കാണാൻ ശ്രമിക്കുക. ഹൃദയത്തിൽ ഇനി അദ്ദേഹത്തിന് പിക്ചറൈസ് ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ രാമനാമം ജപിക്കുക. അത് അകമേ ജപിക്കുക. അങ്ങനെ ഒരു കുറച്ച് സമയം, ഒരു 5 മിനിറ്റെങ്കിലും ഇരിക്കുക. 5 മിനിറ്റില്ലെങ്കിൽ അതിൽ താഴെ. ഇതെല്ലാം കൂടി ചെയ്യാൻ ഒരു ദിവസം ഒരു 15-20 മിനിറ്റ് എടുക്കുകയുള്ളൂ. അത്രയും സമയം കൊണ്ട് ഇതെല്ലാം ചെയ്യാം. ഇത് നിഷ്ഠയോടുകൂടി ഒരെല്ലാ